ഇന്നും അവൻ്റെ കല്യാണം നടക്കേണ്ട ദിവസമാണ്. ഇന്ന് ഈ ഒരു ശനിയാഴ്ചയാണ് ഇവൻ്റെ കല്യാണം നടക്കുന്ന ദിവസം. പക്ഷേ ഇന്നലെ വെള്ളിയാഴ്ച ഈ പൊന്നുമോന് നവവരൻ പുതിയാപ്പള മരണത്തിന് കീഴടങ്ങി. കല്യാണം കഴിച്ച ദിവസങ്ങൾ മാത്രമായ നൗഷിത ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഭർത്താവിനോടൊപ്പം മധുവിധു ആഘോഷിച്ച് ഒരു റോഡിൻ്റെ ഒരു ഫുട്പാത്തിലൂടെ നടന്നു പോകുന്ന ആ പാവം യുവതി അവിടെ 20 മിനിറ്റോളമാണ് അവിടെ രക്തത്തിൽ കുളിച്ചിരുന്നത്. ഒരു മനുഷ്യൻ പോലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഇന്ന് 3 കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണണേ. മലപ്പുറം ജില്ലയിലെ പുളിക്കല് കോട്ടപ്പുറത്തുള്ള ഇർഫാൻ എന്ന പേരുള്ള ഈ ഒരു യുവാവ് ഇന്നും അവൻ്റെ കല്യാണം നടക്കേണ്ട ദിവസമാണ്. ഇന്ന് ഈ ഒരു ശനിയാഴ്ചയാണ് ഇവൻ്റെ കല്യാണം നടക്കുന്ന ദിവസം. പക്ഷേ ഇന്നലെ വെള്ളിയാഴ്ച ഈ പൊന്നുമോന് നവവരൻ പുതിയാപ്പള മരണത്തിന് കീഴടങ്ങി. എന്തൊരു സങ്കടകരമായ ഒരു വാർത്തയല്ലേ. ഒരു 15 ദിവസം മുൻപാണ് ഇവൻക്ക് ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. അവൻ്റെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി, ഡ്രസ്സുകൾ വാങ്ങി, ഭക്ഷണത്തിൻ്റെ എല്ലാവിധത്തിലുള്ള സന്തോഷങ്ങളും. മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തകൻ. ഇവൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മുനവ്വർ അലി ശിഹാബ് തങ്ങൾ വരണം. പാണക്കാട് കുടുംബവുമായിട്ട് വല്ലാതെ ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു യുവാവ്. 26 വയസ്സാണ് ഇർഫാൻ്റെ പ്രായം. അങ്ങനെ ഇവൻക്ക് ഈ ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ട് ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ചികിത്സിച്ചിങ്ങനെ കുറച്ച് മാറും, പിന്നെയും വരും. അങ്ങനെ വല്ലാതെ ഓവറായപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അതൊരു വലിയ സങ്കടമായിട്ട് മാറി. കാരണം അത് നിങ്ങളുടെ ഷിഫയായിട്ട് വരാത്തൊരു സാഹചര്യമായി. ഇന്നലെ അവൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം വെള്ളിയാഴ്ച ഈ പൊന്നുമോന് മരണത്തിന് കീഴടങ്ങിയെന്നൊരു വാർത്ത. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു ആ യുവാവിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. പുതിയാപ്പിളയായിട്ട് നവവരനായിട്ട് പന്തലിലേക്ക് ഒരുങ്ങാൻ വന്ന ആ ഒരു പുതുവസ്ത്രങ്ങളും എല്ലാ സന്തോഷങ്ങളും അണിഞ്ഞിരുന്ന പൊന്നുമോന് കഫംപുടയിൽ അങ്ങോട്ട് 6 അടി മണ്ണിലേക്ക് പോകുന്നൊരു കാഴ്ച വല്ലാത്തൊരു സങ്കടം തോന്നി എനിക്ക്. ആ ഒരു അവനെ വിവാഹം കഴിക്കാൻ വിചാരിച്ച നവവധുവിൻ്റെ ഒരു മാനസികാവസ്ഥ ആലോചിച്ചു. അവൻ്റെ വാപ്പായും ഉമ്മയും എന്തുമാത്രം സ്നേഹത്തിലും സന്തോഷത്തിലും ഒരുക്കത്തിലുമായിരിക്കും. പക്ഷേ റബ്ബിൻ്റെ ഒരു വിധി. നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഒരു പനി, ആ പനി മൂർച്ഛിച്ച് ന്യൂമോണിയ ആകുന്നു. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകണം. അവൻ്റെ മയ്യത്ത് കാണാൻ വേണ്ടിയിട്ട് പാണക്കാട് തങ്ങൾ കുടുംബം വന്നിട്ട് അവൻ്റെ മേത്ത പച്ച വിരിപ്പ് വിരിക്കുന്ന ഒരു രംഗം. പടച്ചോനെ, തങ്ങന്മാരെ സ്നേഹിക്കുന്ന ഒരാളും അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്ന ഒരാളും നിരാശരാവേണ്ടി വരില്ല ഖബറിൽ. കാരണം അവർ സ്നേഹിക്കുന്നത് പാണക്കാട് കുടുംബത്തെയാണ്, തങ്ങന്മാരെയാണ്, അള്ളാഹിൻ്റെ ഹബീബായ റസൂല് ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ്, അവരെ സ്നേഹിക്കുന്ന ആളുകളെയാണ്. അതുകൊണ്ട് തന്നെ ഖബറിൽ ഈ പൊന്നുമോന് വിജയിയാണ്, ഖബറിലൊരു പുതുമണവാളനാണ്. മനുഷ്യൻ്റെ ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്ക്. എത്ര സന്തോഷത്തോടു കൂടി നടക്കേണ്ടിരുന്ന ഒരാൾ ഇന്നത്തെ ഈ ഒരു ശനിയാഴ്ച വിവാഹം കഴിച്ചിട്ട് ഒരു പുതിയാപ്പിളയായിട്ട് മാറേണ്ടുന്ന ഒരാൾ. പക്ഷേ നമ്മുടെ വിധി 4-ാം മാസത്തിൽ പടച്ചറബ് എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ എന്നുള്ളത്. അതേപോലെ തന്നെ വലിയ സങ്കടം തോന്നിയത് പാലക്കാട് ചിറ്റൂരിലുള്ള നൗഷിജ എന്ന് പേരുള്ള ഒരു നവവധു. കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇവർ ഭർത്താവ് ഒന്നിച്ചിട്ട് ആഷിക്കും ഒന്നിച്ചിട്ട് ഇവർ തിരുവനന്തപുരത്തേക്കാണ് ഹണിമൂണ് പോയത്. വളരെ സാധാരണക്കാരായ കുടുംബം. തിരുവനന്തപുരത്ത് ഹണിമൂണ് പോയിട്ട് ഇവരൊരു കുടുംബക്കാരിയായ ഒരു വിദ്യാർത്ഥിനി 10-22 വയസ്സുള്ള അസ്മ എന്ന് പേരുള്ള ഒരു കുട്ടീനെ അവിടെ നിന്ന് കണ്ടിട്ട് ഇവർ നടന്നു പോവാണ്. നടന്ന് ഫുട്പാത്തിൽ കൂടെ നടന്നിങ്ങനെ പോവാണ് ഇവർ ഈ ആഷിക്കുണ്ട്, ഇവരുടെ ഭാര്യ നൗഷിജുണ്ട്, 10-24 വയസ്സുള്ള നൗഷിജക്ക്, പിന്നെ ഇവരുടെ കുടുംബക്കാരിയായ തിരുവനന്തപുരത്ത് പഠിക്കുന്ന അസ്മുണ്ട്. പെട്ടെന്ന് മോഹൻ തോമസ് എന്ന പേരുള്ള ഒരാളുടെ ഒരു കാറ് നിയന്ത്രണം തെറ്റിയിട്ട് ഇവരെ മേലക്കൂടം കണ്ട് കയറിയിട്ട് ഇവരാ റോട്ടിലും ഫുട്പാത്ത് എറിച്ചു. ഈ കാറ് പിന്നെ അതിൽ കൂടെ പോകണവരെ ബൈക്ക്, കാറ് 4-5 വാഹനങ്ങൾ ഇടിച്ചിട്ടാണ് ഈ കാറ് നിന്നത്. ആ രക്തത്തിൽ കുളിച്ച് കിടന്ന കല്യാണം കഴിച്ച ദിവസങ്ങൾ മാത്രമായ നൗഷിജ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഭർത്താവിനോടൊപ്പം മധുവിധു ആഘോഷിച്ച് ഒരു റോഡിൻ്റെ ഒരു ഫുട്പാത്തിലൂടെ നടന്നു പോകുന്ന ആ പാവം യുവതി അവിടെ 20 മിനിറ്റോളമാണ് അവിടെ രക്തത്തിൽ കുളിച്ചിരുന്നത്. ഒരു മനുഷ്യൻ പോലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ആ സമയത്താണ് BJPയുടെ ഒരു വലിയ നേതാവ് സന്ദീപ് എന്ന് പേരുള്ള ഒരാൾ ആ വഴി വന്നപ്പോൾ റോഡ് ഇങ്ങനെ ബ്ലോക്കാ. എന്താ സംഭവം അന്വേഷിക്കും ഒരു വാഹനാപകടം ഉണ്ട് എന്ന് ആരോ പറഞ്ഞപ്പോൾ ഇറങ്ങി നോക്കുമ്പോൾ ഒരു 2 യുവതികൾ, ഈ അസ്മയും നൗഷിജയും ആഷിക്കും റോട്ടിൽ കിടക്കാണ്, രക്തത്തിൽ കുളിച്ച് കിടക്കാം. ഒരു വണ്ടി പോലും നിർത്തുന്നില്ല കയറ്റാൻ. ഇയാൾ ബഹളം വെച്ചിട്ട് അപ്പോഴേക്കും 10-20 മിനിറ്റായി. അങ്ങനെ ഈ സന്ദീപിൻ്റെ BJP നേതാവിൻ്റെ വാഹനത്തിൽ കയറ്റിയിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഹോസ്പിറ്റൽ പറഞ്ഞ് കുറച്ചുകൂടി നേരത്തെ കൊണ്ടിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമെന്ന നൗഷിജ മരണത്തിന് കീഴടങ്ങി. നവവധുവായി വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഭർത്താവിനൊപ്പം ആ നിമിഷങ്ങൾ പങ്കെടുത്ത പെൺകുട്ടി
പടച്ചോൻ്റെ വിധി മരണത്തിന് കീഴടങ്ങാനായിരുന്നു. അള്ളാഹു ആ യുവതിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഞാനിങ്ങനെ ആലോചിച്ചത് ആ ഭർത്താവിൻ്റെ ഒക്കെ ഒരവസ്ഥ ഗുരുതരമായ പരിക്കേറ്റിട്ടാണ്. ആ അസ്മ ഏകദേശം അപകട നില തരണം ചെയ്തിട്ടുണ്ട് ആ ഒരു വിദ്യാർത്ഥി. നമ്മളെല്ലാവരും ആ ഒരു നവവരനായ ഒരു ഇർഫാന് വേണ്ടിയിട്ട് എവിടെയോ അവനെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ ചിന്തിച്ചു നോക്ക് നിങ്ങൾ. എത്രമാത്രം സ്വപ്നങ്ങൾ നെയ്തെടുത്ത ഒരു പെൺകുട്ടിക്ക് അറിയേണ്ടി വരുന്നത് തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമൻ ന്യൂമോണിയാണ്, മാറും പ്രാർത്ഥനയും മരുന്നും ഒക്കെ കഴിച്ചിട്ട്. പക്ഷെ ആ വിവാഹത്തിൻ്റെ തലേ ദിവസം വിവാഹത്തിനേക്കാളും ഹാപ്പിനെസ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. പക്ഷെ അതേ ദിവസം മരണത്തിന് കീഴടങ്ങി ഒരു ഭാര്യയാകുന്നതിന് മുൻപ് തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നഷ്ടപ്പെട്ടൊരു വ്യസനം ആ ഭാര്യയ്ക്ക് ഉണ്ടാവില്ലേ? അതൊരു വലിയ സങ്കടമല്ലേ? അതൊരു മനസ്സിന് വലിയൊരു വിഷമമാണ്. അതോടൊപ്പം കല്യാണം കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി പാലക്കാട് ചിറ്റൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് ട്രിവാൻഡ്രം വന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഫുട്പാത്തിലൂടെ സന്തോഷത്തോടു കൂടി നടക്കുമ്പോഴാണ് പിറകിൽ നിന്ന് വന്ന് ഈ മോഹൻ തോമസിൻ്റെ വാഹനം ഇടിക്കണം. അയാൾ പറഞ്ഞത് BP കൂടിയതാണ്, എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്നാണ് പറയണത്. അയാളെ പറച്ചിൽ ജീവിതം എത്ര പോയി. റോട്ടിക്കും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വാഹനാപകടങ്ങൾ, നടന്നു പോണവനെ വരെ വെറുതെ വിടണില്ല. ഇന്നലെ തിരൂര് മംഗലത്ത് നിന്ന് കേട്ടൊരു വാർത്ത, ഒരു 10 വയസ്സുള്ള മുഹമ്മദ് റിഹാൻ എന്ന് പേരുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബന്ധുവാണ്. ആ മുഹമ്മദ് റിഹാൻ സൈക്കിളിൽ വരുമ്പോൾ ഒരു ബസ് ഇടിച്ചിട്ട് പൊന്നുമോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവൻ്റെ വല്യപ്പ ഹനീഫ ഓടിച്ചെന്ന് ഹോസ്പിറ്റലിൽ പോയി കാണുന്നൊരു കാഴ്ച, പേരക്കുട്ടിയുടെ കാഴ്ച ഹൃദയം നൊന്നിട്ട് ആ ഒരു വല്യപ്പ അത് മരണപ്പെടും. ഒരു വീട്ടിൽ 2 മരണങ്ങൾ. നമ്മൾ ഓരോ വാഹനാപകടങ്ങളുടെ അവസ്ഥയെ ഞാൻ പറയുന്നത്. ഇന്നലെ നടന്ന സംഭവം ഞാൻ പറഞ്ഞത്. എൻ്റെ സുഹൃത്ത് എനിക്ക് വിളിച്ച് പറയണം, അവൻ്റെ ഭാര്യ വീട്ടുകാരുടെ അടുത്ത കുടുംബമാണ്. നമ്മൾ പ്രാർത്ഥിക്കുക, റോട്ടിക്ക് ഇറങ്ങിയാൽ നടന്നു പോയാൽ ഏത് നിമിഷവും വാഹനാപകടങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാം. എന്തുമാത്രം ആ പേരക്കുട്ടിനെ ആ ഒരു വല്യപ്പ സ്നേഹിച്ചിരുന്ന വാപ്പാൻ്റെ വാപ്പയാണ് മുഹമ്മദ് ഹനീഫ. പള്ളിയുടെ ഒക്കെ ദീർഘകാലം കാര്യദർശിയായിരുന്നൊരു മനുഷ്യൻ, സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി ജീവിച്ചിരുന്ന ഒരാൾ. നമ്മൾ അല്ലാഹു ആ അപകടത്തിൽ മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ഈ 3 പേർക്കും രക്തസാക്ഷികളുടെ പദവി നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുക. ഞാൻ ഈ 3 അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാടുണ്ട്. അത്രയും ആഘോഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾക്ക് നിസ്സാരമാകുന്ന ഒരു പനി നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. അത് ന്യൂമോണിയായിട്ട് ബാധിച്ചിട്ട് നമ്മുടെ ജീവിതം തന്നെ തകർന്നു പോകുന്ന ഒരു കാഴ്ച ആദ്യത്തേത്. മറ്റൊന്ന്, ഒരു തരത്തിലും തൻ്റേതായ തെറ്റുകളൊന്നുമില്ല, അസുഖങ്ങളില്ല, പ്രശ്നങ്ങളില്ല, ഫുട്പാത്തിലൂടെ നടന്നു പോകാൻ ഔഷിജ പാലക്കാട് ചിറ്റൂരുള്ള. പക്ഷേ പടച്ച റബ്ബിൻ്റെ വിധി വാഹനാപകടത്തിൻ്റെ രൂപത്തിൽ ആ ജീവിതം അവർ അവസാനിപ്പിക്കാനാണെങ്കിൽ പടച്ചോനെ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മുടെ ഉള്ള ലൈഫ് നമ്മൾ നന്നാക്കുക. ആ പ്രിയപ്പെട്ട ഭർത്താവ് ആഷിഖ് ഗുരുതരമായ അള്ളാഹു അവർക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊന്ന്, പ്രിയപ്പെട്ട പേരക്കുട്ടി 10 വയസ്സുള്ള കുട്ടി സൈക്കിളോ ബസ്സിൻ്റെ അമിത വേഗത കാണേണ്ടി വരികയാണ് കണ്ടുകൊണ്ടൊരു പ്രിയപ്പെട്ട വല്യുപ്പ ഹൃദയം നൊന്ത ആ സമയം അറ്റാക്കായിട്ട് ആ വല്യുപ്പ മരണപ്പെടുക. ആ മനുഷ്യൻ വാഹനാപകടത്തിൽ പെട്ടതാണോ ഹനീഫ്? ഒന്നുമല്ല. നമ്മുടെയൊക്കെ ആയുസ് ഇത്രയേ ഉള്ളൂ. നിസ്സഹായരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഉള്ളത് ആരോടെങ്കിലും ഉണ്ടെങ്കിൽ പിണക്കോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് സന്തോഷത്തോടെ ജീവിക്കുക. ഞാനെന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ തൻ്റെ നാട്ടിൽ നിന്നും തൻ്റെ ഭാര്യയുമായിട്ട് ഒരിടത്തേക്ക് യാത്ര പോവാണ്. അപ്പോൾ യാത്ര പോകുമ്പോൾ മരുഭൂമിയിലൂടെ അങ്ങനെ യാത്ര പോയിട്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പെടുന്ന ഒരു രാജ്യത്തെത്തി. ആ രാജ്യത്തെത്തി അവിടുത്തെ രാജാവിനെ മുഖം കാണിക്കാൻ പോയി. രാജാവിനെ മുഖം കാണിച്ചപ്പോൾ രാജാവ് അതിഥിയായിട്ട് വന്ന് ഈ പ്രവാചകനെ സ്വീകരിച്ചു. പക്ഷേ ഈ രാജാവിന് ഇത് പ്രവാചകനാണെന്നും അറിയില്ലായിരുന്നു. പക്ഷേ പ്രവാചകൻ്റെ ഭാര്യ സുന്ദരിയായ ഒരു സ്ത്രീയാണ്, പ്രായമുള്ള ഒരാളാണെങ്കിലും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ്. പക്ഷേ ഈ രാജാവ് വളരെ മോശം സ്വഭാവക്കാരനായിരുന്നു. ആ സ്ത്രീനെ മോശം രീതിയിൽ സ്പർശിക്കാൻ ശ്രമിച്ചതോടെ അയാളുടെ മേത്ത് കറണ്ട് അടിച്ചതുപോലെ വല്ലാത്തൊരു മിന്നൽ പിണർ. അപ്പോൾ ഇയാൾക്ക് പേടിയായി. ഇതെന്താ ദൈവമേ, ഇങ്ങനെ ഒരു അത്ഭുതമാണല്ലോ. വീണ്ടും ആ സ്ത്രീയെ സ്പർശിക്കാം. ആ സ്ത്രീ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ആ സ്ത്രീയുടെ മുഖത്തുള്ള ദേഷ്യവും ആ വെറുപ്പും കാരണം ഇയാളെ മേത്തൊരു കറണ്ട് അടിക്കുന്ന പോലത്തെ എന്തോ ഒരു അത്ഭുതം. അപ്പോൾ ആ രാജാവിന് മനസ്സിലായി, ഈ സ്ത്രീക്ക് എന്തോ അത്ഭുതങ്ങളുണ്ട്, പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഇവരെ തൽക്കാലം ഇവരൊന്നും ചെയ്യണ്ട, സന്തോഷത്തോടെ പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് അവരുടെ നാട്ടിൽ അന്നത്തെ രീതി അനുസരിച്ച് ഒരു അടിമ സ്ത്രീയെ അവർക്ക് സമ്മാനിച്ചു. ആ അടിമ സ്ത്രീയെ സമ്മാനിച്ചിട്ട് ആ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു അടിമ സ്ത്രീയെ സമ്മാനിക്കുകയാണ്, ഇവരെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക എന്ന് പറഞ്ഞു. പ്രവാചകൻ തൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെൻ്റെ നാഥനായ അള്ളാഹു നോക്കിക്കോളും എന്നൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാര്യയോട് ഒരു മോശം രീതിയിലും ആരും സ്പർശിക്കില്ല, ആരും പെരുമാറില്ല എന്നുള്ള അചഞ്ചലമായ വിശ്വാസമുണ്ട്. ആ പ്രവാചകൻ അങ്ങനെ തൻ്റെ ഭാര്യ തനിക്ക് കിട്ടിയ ആ അടിമ സ്ത്രീയുമായിട്ട് അങ്ങനെ നടന്നു പോയപ്പോൾ ആ കുടുംബത്തിലുള്ള ആ പാവം സ്ത്രീ തൻ്റെ ഭാര്യയായ പ്രവാചകനോട് പറഞ്ഞു, നമ്മൾ എത്ര വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിക്കാലി കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് ഇതേവരെ ഒരു കുഞ്ഞുണ്ടായിട്ടില്ല, നിങ്ങൾ ഇവരെ ഭാര്യയായി സ്വീകരിച്ചൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യയുടെ താല്പര്യത്തോടെ ആ പ്രവാചകൻ എന്ത് ചെയ്തു, ഈ അടിമ സ്ത്രീയെ ഭാര്യയായിട്ട് സ്വീകരിച്ചു.
അങ്ങനെ അത്ഭുതം, അവർക്കൊരു കുഞ്ഞ് പിറന്നു, ഒരു മനോഹരമായൊരു ആൺകുഞ്ഞ്. ഈ പ്രവാചകൻ്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെ സ്വന്തം ഭാര്യയുമായിട്ട് മറ്റൊരു നാട്ടിൽ നിന്ന് ഒരു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് നടന്ന് മാസങ്ങളോളെടുത്ത് പോകുന്നു. അവിടുത്തെ രാജാവ് ഈ രീതിയിൽ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു. പടച്ചറബിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അവിടുന്ന് ഒരു അടിമ സ്ത്രീയെ സമ്മാനിക്കുന്നു. അവരെ പിന്നീട് ആ പ്രവാചകൻ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു. അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു, ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രവാചകൻ്റെ പേരെന്താണെന്നതാണ് ചോദ്യം. അത് ചോദ്യത്തിന് ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.